وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരീരാവുന്ന പ്രിയ സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും അഖില ചരാചരങ്ങളുടെ ഉടമസ്ഥനുമാകുന്ന അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം സ്വന്തത്തോടും പിന്നീട് എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളാകുന്ന നിങ്ങളോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സുന്ദരമാകുന്ന ഈ സുദിനത്തിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ എല്ലാവിധ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ഗേഹമാകുന്ന ജന്നാത്തുൽ ഫിർദൗസിലും നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ചെറുതും വലുതും രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെയെല്ലാം നാം ചെയ്തു കൂട്ടിയ സർവ്വ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക്, സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് അള്ളാഹുവിൻ്റെ മഹനീയമായ കാരുണ്യത്താൽ അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ഈ ഭൂലോകത്ത് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഓരോ നോക്കിനും ഓരോ വാക്കിനും ഓരോ പ്രവൃത്തിക്കും നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിൽ തക്കതായി ഉത്തരം പറയേണ്ടവനാണ് എന്നുള്ള ബോധത്തോടുകൂടി തഖ്വയോടുകൂടി ജീവിച്ച് മരിച്ചു പോകുവാൻ നാം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസികളെ, പൊതുവെ മനുഷ്യന്മാരെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറക്കുക എന്താണെന്നറിയോ?
ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് എന്തിനെയാണോ അതിനെയാണ് ബഹുഭൂരിപക്ഷം ആളുകൾ മറന്നു കളയുക. അപ്പൊ നമ്മൾ ചിന്തിക്കും, അതിപ്പോ എങ്ങനെ ശരിയാവാം? ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള കാര്യം എന്നെ പൊതുവായ മനുഷ്യന്മാർ ചെയ്യുക. അത് എന്ത് വിചാരിച്ചിട്ട് വെച്ചിട്ടാ? നമ്മുടെയൊക്കെ വിചാരം പണമാണ് വലുത് എന്നുള്ള ചിന്ത കൊണ്ടാണ് നമ്മൾ എന്ത് ചിന്തിക്കും? പണം ഉണ്ടാക്കാൻ ഒരാളും ഇതുവരെ മറന്നിട്ടില്ല എന്ന് പലരും ചിന്തിക്കും. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പണമല്ല വലുത് മനുഷ്യന്മാരെ, പണമല്ല വലുത്. പണത്തെക്കാൾ വലിയൊരു സാധനമുണ്ട്, അതിനെക്കുറിച്ച് ആളുകൾക്ക് അറിയില്ല, അതിനെക്കുറിച്ച് ആളുകൾ മറക്കുകയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള സാധനങ്ങളെയാണ് പൊതുവെ മനുഷ്യന്മാർ മറക്കാറ്. എന്തറിയോ? പണത്തെക്കാൾ വലുതെന്തറിയോ നമ്മുടെ ജീവിതത്തിലെ സൽക്കർമ്മം എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി ഇത് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹ് പറയുന്നുണ്ടോ, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ والباقيات الصالحات خير عند ربك ثوابا وخير املا. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണേ, മനുഷ്യന്റെ ജീവിതവും മനുഷ്യന്റെ പരാജയവും മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ടത് എന്താണെന്നും എല്ലാം അറിയുന്ന പടച്ചതമ്പുരാൻ പറയണേ, മനുഷ്യരെ ഈ സമ്പത്തും മക്കളും എന്ന് പറയുന്ന രണ്ട് സാധനങ്ങളുണ്ടല്ലോ, ഇത് ദുനിയാവിലെ ഒരു അലങ്കാരമല്ലാതെ മറ്റൊന്നുമല്ല. ഉണ്ടോ? അത് പറയണേ, സമ്പത്ത്. മനുഷ്യന്മാരെന്ത് വിചാരിക്കുക? സമ്പത്താണ് എല്ലാം എന്ന് മനുഷ്യന്മാർ വിചാരിക്കും. പക്ഷെ പടച്ചതമ്പുരാൻ പറയുന്നതുണ്ടോ, ഈ സമ്പത്ത് എന്ന് പറയുന്ന അലങ്കാരം മാത്രമാണ്, അത് അള്ളാന്റെ മാർഗത്തിൽ ചിലവാക്കിയിട്ടില്ലെങ്കിൽ. അതേപോലെ തന്നെ മക്കളുടെ അവസ്ഥ, മക്കളെ എന്ന് പറയുന്നത് അലങ്കാരമാണ്, പക്ഷെ അതിനെ നല്ല നിലക്ക് വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണേ, വൽ ബാഖിയാതുസ് സാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. എന്നാൽ നിങ്ങൾക്കെന്നും നിലനിൽക്കുന്നത് നിങ്ങൾ അല്ലാഹു പറഞ്ഞതുപോലെ ജീവിച്ച സൽക്കർമ്മങ്ങളുണ്ടല്ലോ, അതാണ് നിങ്ങൾക്കെന്നും അല്ലാഹുവിന്റെ അടുക്കൽ ഉപകാരപ്പെടുകയുള്ളൂ. കണ്ടോ? സമ്പത്ത് ഉപകാരപ്പെടുന്നല്ല പറഞ്ഞത്, നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ, അതാണ് മനുഷ്യന്മാരെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോ എന്ത് ചിന്തിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതായിട്ട് നമ്മൾ കാണുന്നത് പണമാണ്. അതല്ല, ആ പണത്തെക്കാൾ വലിയ സ്ഥാനം സൽക്കർമ്മത്തിനാണ് നമ്മൾ ചിന്തിക്കുകയും ആ സൽക്കർമ്മത്തിന് വേണ്ടിയിട്ട് ഈ പണത്തെ ചെലവാക്കാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ തന്നെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മാസം ഉണ്ടല്ലോ, ഈ മാസത്തെ കുറിച്ച് പകുതി ആളുകൾക്കും എന്തില്ല, ഒരു ചിന്തയില്ല എന്നുള്ളതാ. കാരണം സൽക്കർമ്മമാണ് അള്ളാന്റെ അടുക്കൽ പണത്തേക്കാൾ മൂല്യമുള്ളത് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു കാലത്തിലാണ്, നല്ലൊരു മാസത്തിലാണ് മനുഷ്യന്മാരെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മാസത്തിലും നമ്മൾ സൽക്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹിന് പ്രതിഫലം കിട്ടും. പക്ഷേ അള്ളാഹു ചില മാസങ്ങളും സമയങ്ങളും പറയുന്നുണ്ട്. ആ മാസങ്ങളും ദിവസങ്ങളും സമയങ്ങളിലും നമ്മൾ ആത്മാർത്ഥമായി സൽക്കർമ്മം ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും എല്ലാ സമയത്തും നമുക്ക് കിട്ടുന്ന പ്രതിഫലമുണ്ടല്ലോ, അതിനേക്കാൾ ഇരട്ടി പ്രതിഫലം കിട്ടുമെന്നുള്ളതാ. അത്തരത്തിൽ അള്ളാഹിന്റെ അടുക്കൽ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു മാസമാണ് മുഹറം മാസം എന്നുള്ളത്. ഇത് നമുക്കറിയില്ല, നമ്മൾ ജീവിക്കുന്നത് മുഹറം മാസത്തിലാണെന്നറിയാം. പക്ഷേ എത്ര കണ്ട് നമ്മൾ അതിൽ ആത്മാർത്ഥത കാണിക്കുന്നുണ്ടെന്ന് ഓരോരുത്തരും ചിന്തിച്ച് നോക്കി നോക്ക്. ഇപ്പൊ കഴിഞ്ഞ മാസം അള്ളാഹിന്റെ അടുക്കൽ പുണ്യം കിട്ടുന്ന മാസം അല്ലെ, ദുൽഹിജ്ജ മാസം. ആ ദുൽഹിജ്ജ മാസത്തിലും ഈ മുഹറം മാസത്തിലൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറച്ച് സൽക്കർമ്മങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട് എന്ന് പറയത്തക്ക വിധത്തിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യന്മാരെ ഈ മാസത്തെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ മിൻഹാ അർബഅത്തുൻ ഹുറും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തീർച്ചയായും അള്ളാഹിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 12 എണ്ണാണ്. മനസ്സിലാണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശഭൂമികളെ എന്നുണ്ടാക്കിയോ അന്ന് മുതലുള്ളതാണ് എന്ത് ഈ 12 മാസം എന്ന് പറയുന്നത്. ആ 12 മാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? 4 മാസങ്ങൾക്ക് പവിത്രത നൽകി എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ 12 മാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 4 മാസത്തിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാസത്തിന് എത്ര വില കൽപ്പിച്ചു എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക. എന്നിട്ട് സത്യവിശ്വാസികളാണ് നമ്മളും എന്താ ചെയ്യേണ്ടത്? ആ മാസങ്ങളെ പരിഗണിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും അതിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാനും നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ മാസം തന്നെ അല്ലാഹു റസൂൽ പഠിപ്പിച്ചിരുന്നുണ്ട്.
യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. എന്നിട്ട് പറയും അസ്സനാ 12 ശഹ്റ മിൻഹാ അർബഅതു ഹുറും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയണേ, ആ 12 മാസങ്ങളിൽ 4 മാസങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. പവിത്രത നൽകിയിട്ടുണ്ട് എന്നുള്ളതാ. എന്നിട്ട് പറയണേ, അതിന്റെ ഒന്നാമത്തെ മാസം ഏതറിയോ? ദുൽഖഅദ് മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത കൽപ്പിച്ച മാസമാണ്. അതേപോലെ തന്നെ ദുൽഹിജ്ജ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത കൽപ്പിച്ച മാസമാണ്. വൽ മുഹറം, മുഹറം മാസത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്. 4-ാമത്തെയാണ് റജബ് മാസം. ഈ 4 മാസത്തിനും നമ്മൾ എന്ത് ചെയ്യണം? അങ്ങേയറ്റം ആദരവ് കൊടുക്കണം എന്നുള്ളത്. മനുഷ്യന്മാരുടെ ഏതുപോലെ വെച്ചിട്ടാ നമുക്കറിയില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പടച്ച തമ്പുരാനെയാണ്, അല്ലേ? ഈ പടച്ച തമ്പുരാനെ ഇഷ്ടപ്പെട്ട ഒരു ദിവസം കാലമുണ്ട് എന്നറിയുമ്പോൾ ഒരു സത്യവിശ്വാസം എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടാ അതിനെ നമ്മളും ആദരിക്കണം. അങ്ങനെയൊക്കെയാണ് പടച്ച തമ്പുരാനുള്ള സ്നേഹപ്രകടനം. അല്ലാതെ നമ്മൾ കുറെ എനിക്ക് അള്ളാനെ ഇഷ്ടം, എനിക്ക് അള്ളാനെ ഇഷ്ടം എന്ന് പറഞ്ഞ് നടക്കലല്ല. ഇപ്പൊ നിങ്ങളെന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി മനുഷ്യന്മാരുടെ അടുത്ത്, ആ വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം ഉണ്ട് വിചാരിക്കും. ആ ദിവസം എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ? ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറില്ലേ? എന്നാൽ ഇതുപോലെ ഇതും ചിന്തിക്ക്, നമ്മൾ ഈ മനുഷ്യന്മാരെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് പടച്ചവനെയാണ്. അപ്പൊ ഈ പടച്ച തമ്പുരാൻ ഇഷ്ടപ്പെട്ട ഈ ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പടച്ചവനെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ചെയ്യാൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരെ നമ്മൾ വിജയിച്ചവരുടെ കൂട്ടത്തിലാണ്. കാരണം എല്ലാവർക്കും ഒന്നും തോന്നൂല. ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഏത് മാസം വന്നാലും ഇയാൾക്കൊരു മാറ്റം ഉണ്ടാവില്ല. അതിപ്പോ മുഹറല്ല, റജബല്ല, റമദാൻ വന്നാലടക്കം നോമ്പും നോൽക്കാതെ പള്ളിക്കും വരാതെ ഒരു കൂസലില്ലാതെ നടക്കുന്ന മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ? അവര് നല്ലോന്ന് ശ്രദ്ധിച്ചോളുണ്ട്. അള്ളാന്റെ പിടുത്തം നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വരാം. മറിച്ച് നമുക്ക് ഈ മാസങ്ങളൊക്കെ ഇപ്പൊ ഈ പറയപ്പെട്ട 4 മാസം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ മുഹറം മാസം, ഈ മുഹറം മാസത്തിൽ എനിക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എനിക്ക് ഈ മാസത്തെ ആദരിക്കണം എന്നൊക്കെ ഒരു തോന്നൽ നമ്മൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം എന്താ അന്ന് പറയുന്നറിയോ? ആരെങ്കിലും അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്നുണ്ടെങ്കിൽ, അഥവാ മുഹറം മാസത്തിൽ നമ്മൾ ആദരിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് അങ്ങനത്തെ ഒരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ, ഈ മാസം മുതൽ എനിക്കൊന്ന് ദീനീപരമായിട്ട് ഉഷാറാവണം എന്നൊരു ചിന്ത നമുക്ക് വരുന്നുണ്ടെങ്കിൽ, ഈ മാസത്തിൽ പടച്ചവന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് സുബഹിക്കും മറ്റു നമസ്കാരത്തിനും ജമാഅത്തിനായി പള്ളിയിലേക്ക് വരാൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമുക്ക് ധാരാളം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ, നമുക്ക് ദാനധർമ്മം ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ, ഈ സമ്പത്ത് എടുത്തിട്ട് അള്ളാന്റെ മാർഗത്തിൽ ചെലവാക്കാൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, മനസ്സിലായിക്കോ, അത് തഖ്വയുള്ള മനസ്സിന്റെ അടയാളാണ് എന്ന് ആലോചിച്ചോക്ക്. അത് തഖ്വയുള്ള മനസ്സിന്റെ അടയാളാണ്. അപ്പൊ ഒന്ന് ആലോചിച്ചോക്ക്, ഇതൊക്കെ നമുക്ക് ആദരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളത്. ഇനി എങ്ങനെ ആദരിക്കണം എന്നല്ലേ, എങ്ങനെ ഈ മാസത്തെ ആദരിക്കണം എന്നല്ലേ പറഞ്ഞുതരാം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഫറളാക്കപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, അതേപോലെ തന്നെ സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ടാ മനസ്സാ വാച കർമ്മണ അംഗീകരിച്ച് അത് സന്തോഷത്തോടു കൂടി നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ. സന്തോഷത്തോടു കൂടി നമ്മൾ ചെയ്യണം. അങ്ങനെയാണ് ഈ മാസത്തെ നമ്മൾ ആദരിക്കേണ്ടത്. കാരണം കാലകത്താത്ത റഹ്മത്തുള്ളാഹി ഒരു കാര്യം പറയുന്നത്, ഈ മാസത്തിൽ നിങ്ങൾ സൽക്കർമ്മം ചെയ്താൽ മെച്ചെന്തെന്നറിയോ? അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച് ഈ മുഹറം മാസത്തിൽ നമ്മൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ, ഈ മാസം തന്നെ കേട്ടോ, ഇപ്പൊ പറയപ്പെട്ട 4 മാസമല്ലേ, അത് ഏത് മാസം? ഇപ്പൊ നമ്മൾ മുഹറം മാസം ആയതുകൊണ്ടാണ് ഞാൻ മുഹറം എന്ന് പറഞ്ഞത്. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച് ഈ മാസങ്ങളിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ മറ്റ് മാസങ്ങൾ, അഥവാ ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി പറഞ്ഞ വാക്കാണ് കേട്ടോ, മറ്റ് മാസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്ന സൽക്കർമ്മം ഉണ്ടല്ലോ, അതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ഈ മാസത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കി നോക്ക്. അതാ പറഞ്ഞത്, സത്യവിശ്വാസിക്ക് സുഖാണ്. സത്യവിശ്വാസികൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തൊക്കെ ചിന്തിക്കുക, ഈ മാസം എങ്ങനെയെങ്കിലും മുതലാക്കണം എന്നാണ് സത്യവിശ്വാസി ചിന്തിക്കുക. അല്ലാത്തവർ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തൊക്കെ ചിന്തിക്കുക, ഇത് എന്തൊക്കെയോ പറയണേ എന്ന് ചിന്തിച്ചു പോകും. അതാണ് ഈ സത്യവിശ്വാസി ആയിട്ടില്ലെങ്കിലുള്ള കുഴപ്പം. ഇനി അതേപോലെ നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റു കാര്യമാണ്, ഈ മാസത്തിൽ ഒരിക്കലും നമ്മൾ തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹു പരിശുദ്ധമാക്കപ്പെട്ട ദിവസങ്ങളുണ്ടല്ലോ, നമ്മൾ തീരെ തെറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കും, വേറെ മാസങ്ങൾ തെറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഒരു മാസത്തിലും ഒരു കാലത്തിലും നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല. മറിച്ച് ഇതൊക്കെ അറിഞ്ഞിട്ടും നമ്മൾ ഈ മാസത്തിൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മാസങ്ങളിലെങ്ങാനും അള്ളാഹ്ക്ക് വെറുപ്പുണ്ടാവുന്ന വല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്താണ്ടല്ലോ, നേരത്തെ എന്താ പറഞ്ഞത്, സൽക്കർമ്മം ചെയ്താൽ പ്രതിഫലം കിട്ടും, പക്ഷെ ഈ മാസങ്ങളിൽ സൽക്കർമ്മം ചെയ്താൽ ഇരട്ടി പ്രതിഫലം കിട്ടും പറഞ്ഞു. ഇതേപോലെ തന്നെ മറ്റ് മാസങ്ങളെ അപേക്ഷിച്ച് ഈ മാസങ്ങൾ നീ തെറ്റ് ചെയ്യാൻ നിന്നാ മറ്റ് മാസത്തിൽ നിനക്ക് ശിക്ഷ കിട്ടുന്നതിനേക്കാൾ
ശിക്ഷയേക്കാൾ ഇരട്ടി ശിക്ഷ ചെയ്യും ഈ മാസത്തിൽ കിട്ടും എന്നുള്ളതാണ്. കാരണം അതിനെക്കുറിച്ച് ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ടേ. അത് ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി പറയണേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസങ്ങളിലെങ്ങാനും ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ ബാക്കി മാസങ്ങൾ ചെയ്യുന്ന തെറ്റുണ്ടല്ലോ അതിനേക്കാൾ ഇരട്ടി ശിക്ഷയായിരിക്കും ആ മനുഷ്യന് കിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് സത്യവിശ്വാസികളെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കൊണ്ടു. നമ്മുടെ നാക്കിനെ നമ്മൾ ഒതുക്കി വെക്കുക, അതേപോലെ തന്നെ നമ്മുടെ കണ്ണിനെ നമ്മൾ സൂക്ഷിക്കുക, അതേപോലെ തന്നെ നമ്മൾ സൽക്കർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. ഈ മാസത്തെ കുറിച്ച് അഥവാ ഈ മാസത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞു അള്ളാഹു ആദരിച്ച മാസമാണെന്ന് പറഞ്ഞു, പക്ഷേ ഈ മാസത്തെ അള്ളാഹു എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്നുകൂടി മനസ്സിലാക്കണം. അത് മനസ്സിലാവണമെങ്കിൽ ഈ മാസത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യത്തില് ഈ മാസത്തെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് എങ്ങനെയാണ് പ്രവാചകൻ പരാമർശിച്ച് ചിന്തിച്ചാൽ മതി, അഥവാ പറയുമ്പോൾ മനസ്സിലാവും. അതാണ് റസൂൽ പറയണേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു സിയാം ബഅദ റമളാൻ, റമളാൻ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമാകുന്ന നോമ്പുള്ളത് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമാകുന്ന മുഹറം മാസത്തിലാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയോക്ക, അവിടെ മര്യാദയ്ക്ക് ഷഹ്റുൽ മുഹറം എന്ന് പറഞ്ഞാൽ പോരെ, മുഹറം മാസം എന്ന് പറഞ്ഞാൽ പോരെ. പക്ഷെ അവിടെ ഉപയോഗിച്ച വാക്ക് കണ്ടോ, ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാന്റെ മാസമാകുന്ന മുഹറം മാസത്തിലെ നോമ്പാണ്. അപ്പൊ ആലോചിച്ച് നോക്കിയൊന്ന്, വേറെ ഏതെങ്കിലും ഒരു മാസത്തെ കുറിച്ച് ഇത് അള്ളാന്റെ മാസം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഈ മുഹറം മാസത്തെ അള്ളാൻ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ മനസ്സിലാക്കാം അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഈ മാസത്തോട് എത്രമാത്രം സ്നേഹമുണ്ട്, എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് അവിടെ തന്നെ മനസ്സിലാക്കാം. ഇനി മറ്റൊരു ഹദീസ് നോക്കിയൊക്കെ അള്ളാഹു റസൂൽ പറയണേ, ഖാല അയ്യുസ്സലാത്തു അഫ്ദൽ ബഅദൽ മക്തൂബ. ഒരിക്കലും സഹാബി വന്നിട്ട് നബിയോട് ചോദിക്കുകയാണ്, നബിയെ ഏറ്റവും അഥവാ ഫറള് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമസ്കാരം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലസ്സലാത്തു ജൗഫിൽ ലൈൽ, രാത്രിയുള്ള നമസ്കാരമാണെന്നാണ്. രാത്രിയുള്ള നമസ്കാരം. മനുഷ്യന്മാരെ ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ദിവസങ്ങളിലത് നമ്മൾ രാത്രി നമസ്കാരം നിർവഹിക്കാം. രാത്രി നമസ്കാരം എത്ര നമ്മൾ തറാവീഹ് നമസ്കരിക്കണ പോലെ തന്നെ 11 റക്അത്ത് വരെ നമുക്ക് എന്ത് ചെയ്യാം, രാത്രി നമസ്കാരം നിർവഹിക്കാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അള്ളാഹ് റസൂൽ പറഞ്ഞോ, ഫർള് നമസ്കാരം കഴിഞ്ഞാൽ അള്ളാന്റെ അടുക്കൽ ഏറ്റവും ഫള് കൂടിയ നമസ്കാരം ഏതാണ്? രാത്രിയുള്ള നമസ്കാരമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, റമദാൻ മാസത്തിന് നോമ്പ്, ആ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ അള്ളാന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമാകുന്ന നോമ്പ് ഏതാണെന്ന് ചോദിച്ചു. അപ്പൊ എന്താ പറയുന്നത്, അവിടെ പറഞ്ഞോ അള്ളാന്റെ മാസമാകുന്ന, അവിടെ ഉപയോഗിച്ചു ഷഹ്റുല്ലാ, കണ്ടോ, അള്ളാന്റെ മാസമാകുന്ന മുഹറം മാസത്തിലുള്ള നോമ്പാണ് എന്നുള്ളതാണ്. മനുഷ്യന്മാർ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട എന്താ പറയുക, കണ്ടോ, ആ മാസത്തെ പറഞ്ഞെടുത്ത് ആ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാക്ക് കണ്ടോ, ഷഹ്റുല്ലാ, അള്ളാന്റെ മാസം എന്നുള്ളത്. അപ്പൊ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ത്, ഈ മാസത്തിന് എത്രമാത്രം പ്രാധാന്യം അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. കാരണം അള്ളാഹു വല്ലാത്ത ഇഷ്ടമാണ്. മാത്രമല്ല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമുക്ക് ഈ മുഹറം മാസം എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് മൂസാ നബിയിലാണ്, അല്ലെ? ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തന്റെ ശത്രുവാകുന്ന, കഠോര ശത്രുവാകുന്ന ഫിർഔനിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി രക്ഷപ്പെടുത്തിയത് മുഹറം 10-നാണ് എന്നുള്ളത്. അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അതിന്റെ ഒരു സ്മരണ എന്നുള്ള നിലക്കാണ് അള്ളാഹു റസൂൽ നമ്മളോട് എന്ത് പറഞ്ഞത്, ആ ദിവസത്തില് നമ്മളോട് നോമ്പ് നോക്കാൻ പറഞ്ഞത്. സത്യവിശ്വാസികൾ ആ സംഭവത്തെ കുറിച്ച് അള്ളാഹ് പറയുന്നുണ്ട്. അഥവാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷിക്കുന്ന സംഭവം ഉണ്ടല്ലോ, വളരെ വ്യക്തമായിട്ട് ഖുർആൻ പഠിപ്പിച്ചിരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫലമ്മാ തറൽ ജംആനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷിച്ചു പറഞ്ഞിട്ട് മുഹറം 10-ന് ആ സംഭവം അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്താണെന്നറിയോ, അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹാബികൾ മുമ്പിൽ പോവാണ്. അതിന്റെ പിന്നാലെ ആര് വരുന്നുണ്ട്, അതിക്രൂരനാകുന്ന ഫിർഔനും അവന്റെ പട്ടാളങ്ങളും ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും സഹാബത്തിനെ നശിപ്പിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ അവസാനം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടെ എത്തുന്നുണ്ട്, കടലിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഈ ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാം, കടലിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ സഹാബികൾ തിരിഞ്ഞു നോക്കി, അഥവാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒപ്പമുള്ള ആളുകൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെ കാണുന്നത്,
വലിയൊരു പടയായിട്ട് വരുന്ന ഫിർഔനെയും കൂട്ടരെയും കാണുന്നത്. ഇത് കണ്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒപ്പമുള്ള ആളുകൾ മൂസാ നബിയോട് പറയുന്നുണ്ട്, മൂസ ഇന്നാല മുതറക്കോ, നമ്മൾ പിടിക്കപ്പെട്ടു കേട്ടോ എന്നാണ്. കാരണം എന്താ, ബേക്ക് വലിയൊരു പട്ടാളാണ്, ഫ്രണ്ടിലാണെങ്കിലോ വലിയൊരു കടലാണുള്ളത്. ഒന്ന് ആലോചിച്ചു, നമ്മളിങ്ങനെ പോയി നിൽക്കുക വിചാരിക്കും, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ ബാഗിൽ നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു പട വരിക, മുമ്പിലാണെങ്കിൽ കടൽ, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ മൂസാ നബി പേടിച്ചോ? ഇല്ല. ഇതേപോലത്തെ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഇതേപോലത്തെ വിശ്വാസം നമുക്ക് വേണമെന്ന് ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ മൂസാ നബി എന്താ ഇത് കേട്ടോ പറഞ്ഞേ? മൂസാ നബിക്ക് ഒരു പേടിയില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹാബികളെ നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല സഹാബ, ഒന്നും സംഭവിക്കൂല, എനിക്കെന്റെ റബ്ബ് വഴി കാണിച്ചിരുന്ന പടച്ചതമ്പുരാൻ വഴി കാണിച്ചു കൊടുത്തില്ല. അതും എങ്ങനെ? നമ്മൾ ചിന്തിക്കാത്ത രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി കാണിച്ചു കൊടുത്തത്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ അല്ലാഹനെ അടിയുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മൾ അല്ലാഹനെ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ അല്ലാഹ് നമുക്ക് വഴി കാണിച്ചു തരും. അത് എങ്ങനെയെങ്കിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വഴി കാണിച്ചു കൊടുത്തില്ലേ, അത് നമ്മൾ ചിന്തിക്കണ പോലെ. അതേപോലെ നമ്മൾ അള്ളാനെ വിശ്വസിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, അള്ളാനെ അനുസരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, അള്ളാഹ് നമുക്ക് മൂസാ നബിക്ക് കാണിച്ചു കൊടുത്ത വഴി നമുക്ക് കാണിച്ചു തരുന്നുള്ളതാ. എവിടെ പടച്ചതമ്പുരാൻ നമ്മൾ കൊടുക്കൂല. അതിന് ആദ്യം വേണ്ടെന്നറിയോ? ചെറിയ വിശ്വാസം എന്തല്ല, അചഞ്ചലമായ വിശ്വാസം വേണം. അള്ളാന്റെ മാർഗത്തിൽ നീ മരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ 2 മിനിറ്റ് ഇങ്ങനെ സംശയിച്ചു നിൽക്കാൻ പാടില്ല. ഞാൻ മരിക്കാൻ റെഡിയാണ്, അള്ളാന്റെ മാർഗത്തിന് ഞാൻ എന്തിനും തയ്യാറാണ്. അത്തരത്തിലുള്ള ആർജവത്തോടു കൂടിയുള്ള ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഈ മൂസാ നബിയെ രക്ഷിച്ച പോലെ അന്ന് രക്ഷിക്കുക. അത് എങ്ങനെ രക്ഷിച്ചതറിയോ? മൂസാ നബിക്ക് അള്ളാഹ് ഒരു വടി കൊടുത്തതെന്നറിയോ? നീ നിന്റെ വടി കൊണ്ട് ആ കടലിലൊന്നും അടിക്കാൻ പറഞ്ഞു. ആ കടലിൽ അടിയടിക്കാൻ പറഞ്ഞു. അടിച്ചു. അങ്ങനെ അള്ളാന്റെ കൽപ്പന പ്രകാരം ആ വടി കൊണ്ട് എന്താ ചെയ്തത്? ആ കടലിൽ ഒരു ഒറ്റ അടിയിൽ അടിച്ചു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ പറയുക? അള്ളാഹ് ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ വടി കൊണ്ടൊക്കെ കടലടിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? പക്ഷെ മനുഷ്യന്മാരെ, ഇത് അള്ളാഹ്നെ പറയണത്. അള്ളാന്റെയാണ് ഈ കടല്, അള്ളാന്റെയാണ് നമ്മുടെ ഈ കയ്യതൊക്കെ, അല്ലേ? പടച്ചതമ്പുരാൻ പറയണ അടിക്കാൻ പറഞ്ഞു, അടിച്ചതോടുകൂടി എന്താ വമ്പിച്ച പർവ്വതങ്ങൾ നിൽക്കുന്നത് പോലെ ഈ കടൽ എന്തായി? 2 ഭാഗത്തേക്കാണ് മാറി എന്നുള്ളതാ. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ആ പിന്നാലെ വരുന്ന ശത്രുക്കളുണ്ടല്ലോ, അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടേക്ക് എത്തിച്ചു എന്നുള്ളതാ. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളാവുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എന്ത് ചെയ്തു? അവിടെ നിന്ന് രക്ഷപ്പെടുത്തി എന്നുള്ളതാ. എന്നാൽ മറ്റുള്ളവരുണ്ടല്ലോ, ഫിർഔനും കൂട്ടരും അതിന് പിന്നാലെ വരുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും സഹാബിയും എന്ത് ചെയ്തു? സഹാബത്തിനെയും അക്കരയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു. എന്നാൽ ഇവർ ഈ കടലിന്റെ നടുക്ക് ഭാഗത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കി നശിപ്പിച്ചു എന്നുള്ളതാണ്. ഇവിടെ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതറിയോ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്, തീർച്ചയായും ഇത് ചിന്തിക്കുന്നവർക്ക് എന്തുണ്ട്? ദൃഷ്ടാന്തമുണ്ട്. എന്താ പറയാൻ കാരണം എന്നറിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക്. ഫിർഔൻ എന്താ പറഞ്ഞു നടന്നിരുന്നത്? ഞാനാണ് പടച്ചവൻ എന്ന് പറഞ്ഞു നടന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക. ഫിർഔൻ യഥാർത്ഥത്തിൽ ഒരു ദൈവമായിരുന്നെങ്കിൽ അവൻ അവിടെ നശിക്കുമായിരുന്നോ? ഇല്ല, അവൻ അവിടെ നശിക്കില്ലായിരുന്നു. എന്നാൽ അവിടെ രക്ഷപ്പെട്ടതാരാ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂട്ടരും. ഇത് നമ്മൾ ചിന്തിക്കണം. എന്താണെന്നറിയോ? ഇന്ന് നമ്മുടെ ചുറ്റുപാടും പല ആരാധന കേന്ദ്രങ്ങളും പലരെയും ആരാധിക്കുന്നവരുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരെയാണോ ആരാധിച്ചത് അത് മൂസാ നബിയെ രക്ഷപ്പെടുത്തി, അല്ലേ? എന്നാൽ ഈ മൂസാ നബിയെ ആരാണോ കളവാക്കിയത് അവരൊക്കെ നശിച്ചു പോവുകയും ചെയ്തു. ഇതേപോലത്തെ നബി നമുക്കുണ്ട്, മുഹമ്മദ് നബി. ഈ മുഹമ്മദ് നബിയെ ആരാണോ വിശ്വസിച്ചത്, അത് പറഞ്ഞതുപോലെ ആരാണോ ജീവിച്ചത്, ആ മൂസാ നബിയെ രക്ഷപ്പെടുത്തിയത് പോലെ ഈ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷപ്പെടുത്തിയ പോലെ നമ്മൾ രക്ഷപ്പെടുന്നുള്ള ഒരു ചിന്ത, ഒരു വിശ്വാസം നമുക്ക് ഇതിന്നൊക്കെ പഠിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണേ, വമാ കാന അക്സറുഹും മുഅ്മിനീൻ. ഈ സംഭവം നടന്നത് മുഹറം 10-നാണ് എന്നുള്ളതാണ്. ഇതിന്റെ ഓർമ്മ എന്നുള്ള നിലക്കാണ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് നോമ്പ് നോൽക്കാൻ പറയുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള യഹൂദര് ആശൂറ അഥവാ മുഹറം 10-ന് നോമ്പ് നോക്കുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങളിത് നോമ്പ് എടുക്കണമെന്ന് ചോദിച്ചു.
അപ്പോ ആ മനുഷ്യന്മാർ പറഞ്ഞു, അവര് പറഞ്ഞു എന്ത്, മൂസാ നബി അഥവാ ബനു ഇസ്രായേലുകളെ തന്റെ ശത്രുക്കളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയത് ഈ ദിവസത്തിലാണ് പറഞ്ഞു. ഇതാരാ പറയണത്? യഹൂദരാണ് പറയണത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് നോമ്പ് നോറ്റ് പറഞ്ഞു. മൂസ ആ ദിവസം എന്ത് ചെയ്തിട്ടുണ്ട്? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പ് നോറ്റിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, യഹൂദരെ, നിങ്ങളെക്കാൾ മൂസ നബിയോട് ബന്ധമുള്ളത് ഞങ്ങൾക്കാണ് എന്നാണ് നബി പറയണേ. യഹൂദരെ നോക്കി പറയണേ, നിങ്ങളെക്കാൾ ബന്ധം ഞങ്ങൾക്കാണ് മൂസ നബിയോട്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് അഥവാ നമ്മളോട് പറഞ്ഞു എന്ത്, ഈ മാസം ഈ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? നോമ്പ് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരിൽ നിന്നൊന്ന് എതിരാവാൻ വേണ്ടിയിട്ട്, അഥവാ നമ്മൾ നോമ്പ് നോക്കണോ അവരും നോമ്പ് നോക്കണം ഈ ദിവസം, അപ്പൊ അവരിൽ നിന്നൊന്ന് വേർപിരിയാൻ വേണ്ടിയിട്ട്, അവരിൽ നിന്നും വ്യത്യസ്തനാവാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? മുഹറം 9 നോമ്പ് നോക്കണം എന്ന് പറയുന്നു. അതാണ് നബി പറയുന്നത്. നബി പറഞ്ഞു അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യും? മുഹറം 9 നമ്മൾ നോമ്പ് നോൽക്കും എന്ന് പറഞ്ഞു. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല? അടുത്ത വർഷമായപ്പോഴത്തേക്കും മരിച്ചു എന്നുള്ള. പക്ഷെ പ്രവാചക കൽപ്പന ഉണ്ട്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് ഈ മാസത്തില് നിങ്ങൾ 9 കൂടി നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? മുഹറം 9 10 നമ്മൾ നോമ്പ് നോക്കുന്നത്. ഇനി മുഹറം മാസത്തിലുള്ള ഈ പറയപ്പെട്ട നോമ്പ് നോറ്റാനുള്ള കൂലി എന്താണെന്നറിയോ? ഈ കൂലി എന്താണെന്നറിയോ? ഒന്നാം റസൂൽ പറയണേ, യൗമ ആശുറ പറയണേ, ആരെങ്കിലും ആത്മാർത്ഥമായിക്കൊണ്ട് ഈ പറയപ്പെട്ട മുഹറം 10 ഈ നോമ്പ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മുൻകഴിഞ്ഞു പോയ ഒരു വർഷം ഉണ്ടല്ലോ, മുൻകഴിഞ്ഞു പോയ വർഷം, ആ വർഷത്തിലെ എല്ലാവിധ ചെറിയ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരും എന്നുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യന്മാരെ, ആത്മാർത്ഥമായിട്ട് നമ്മൾ നോമ്പ് നോക്കുക. അതേപോലെ തന്നെ ഈ മാസം നമുക്ക് രക്ഷപ്പെടാൻ സിമ്പിളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യിച്ചിട്ടാ ഇത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകി ഈ മാസങ്ങൾ നമ്മളങ്ങോട്ട് ഉഷാറാകും. നമുക്ക് ഞാൻ എപ്പോഴും പറയുന്നത് ഒറ്റ ചിന്തയുള്ളൂ, എന്ത്? അള്ളാന്റെ സ്വർഗത്തിലെത്തണം. അല്ലേ അതിന്റെ നമ്മളോട് പറഞ്ഞത് മനുഷ്യന്മാരെ, നിങ്ങൾ ദുനിയാവിൽ കാണുന്ന വളവളപ്പിന്റെ പിന്നാലെ നിങ്ങൾ പോരുത്. അള്ളന്നെ പറഞ്ഞെന്തറിയോ? ദുനിയ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിച്ചോട്ടോ. ദുനിയാവിന്റെ പിന്നാലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ മനുഷ്യരെ നിങ്ങൾ നശിക്കും. നിങ്ങൾക്ക് അള്ളയും വേണ്ടിയില്ല, റസൂലിനും വേണ്ടിയില്ല, അവസാനം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വേണ്ടിയില്ല. അത്തരത്തിൽ നിങ്ങൾ നശിച്ചു പോകും. ദുനിയാവിന്റെ പിന്നാലെ നിങ്ങൾ കൂടിക്കഴിഞ്ഞാൽ പരലോക ചിന്ത അല്ലാതെ ദുനിയാവ് പറഞ്ഞു നടക്കണം കേട്ടോ. അതേപോലെ തന്നെ രണ്ടാമതായി പറഞ്ഞേ ദുനിയ, നിങ്ങൾ പെണ്ണ് പറഞ്ഞ് നടക്കാൻ പാടില്ലെന്നാണ്. ഈ രണ്ട് സാധനങ്ങളുടെയും പിന്നാലെ നിങ്ങൾ അള്ളാനെ മറന്ന് നടന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ നശിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ഇത് അള്ളാനെ പറഞ്ഞു. അതുകൊണ്ട് ഈ കിട്ടിയ ഒരു അവസരം, നമുക്കൊന്നൊരു ആയുസുണ്ടല്ലോ, അതന്നെ വലിയ ഭാഗ്യമാണ്. നമ്മൾ മരിച്ചിട്ടില്ലല്ലോ. ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക? ഈ മാസങ്ങളൊക്കെ അള്ളാനെ സന്തോഷപ്പെടുത്തുക. അതിനു വേണ്ടി എന്ത് ചെയ്യുക? ധാരാളം ഖുർആൻ ചൊല്ലുക, ദിക്ർ ചൊല്ലുക. എങ്ങനെയൊക്കെ അള്ളാന്റെ റസൂൽ നമുക്ക് എന്തൊക്കെ സൽക്കർമ്മങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ചെയ്ത് ഈ മാസം നമ്മൾ ധന്യമാക്കുക. അത്തരത്തിൽ കർമ്മം ചെയ്യുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുവഹിദുകളിൽ നാം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹധന്യരാവുന്ന പ്രിയ സത്യവിശ്വാസികളെ, റഹ്മാനും റഹീമും അഖില ചരാചരങ്ങളുടെ ഉടമസ്ഥനുമാകുന്ന അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കി. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ മാസത്തെ ചില ആളുകൾ ദുഷ്ടനായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ പല ആളുകളുടെയും, നമ്മുടെ മുസ്ലിങ്ങളിൽപ്പെട്ട തന്നെ പല ആളുകളുടെയും പള്ളിയിൽ പോയിട്ട് നിങ്ങൾ അവരെ കലണ്ടർ നിർത്തി നോക്കി നോക്കാം. മുഹറം 1 മുതൽ 10 വരെ നഹസ് എന്ന് കാണും, അഥവാ ദുശ്ശകനം. അതിന്റെ അർത്ഥം എന്താ പറയുക? നഹസ് എന്ന് പറഞ്ഞാല് ഒരു നല്ല കാര്യം ചെയ്യപ്പെടാത്ത ദിവസമാണ് ഈ നഹസ്. അവര് പറഞ്ഞെന്താണെന്നറിയോ? ഒരു വീട് വെക്കാൻ പറ്റൂല, ഒരു കല്യാണം നടത്താൻ പറ്റൂല, ഇത്തരത്തിലുള്ള എന്തൊക്കെ ഒരു നന്മകളുണ്ടോ ആ നന്മകളൊന്നും മുഹറം 1 മുതൽ 10 പറ്റൂല എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രമാത്രം പവിത്രത നൽകി ഈ മാസത്തെ പിടിച്ച് ചില മനുഷ്യന്മാരെ ദുശ്ശകനമായിട്ട് കാണുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇസ്ലാമിൽ ദുശ്ശകനം എന്ന് പറയുന്ന സാധനം തന്നെ അല്ല. ഈ ശകുനം നോക്കണം. ചില ആൾക്കാർ പറയണേ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കറുത്ത പൂച്ച ഫ്രണ്ട് കൂടെ ചാടി കഴിഞ്ഞാൽ അതൊക്കെ ദുശ്ശകുന.
അതേപോലെ തന്നെ കുറച്ചങ്ങോട്ട് നടന്നിട്ട് ആരെങ്കിലും ബാക്കിൽ നിന്ന് വിളിച്ചാൽ അത് ദുശകനാണ്. ഇങ്ങനെ കുറെ ദുശകനുണ്ട്. ഇത് ഇസ്ലാമിലില്ല, ഇത് മുഴുവനും ജൂത സമ്പ്രദായത്തിൽ നിന്ന് വന്നതാണ്. ആലോചിച്ചു, അള്ളാഹു ആരാണ്? കാരുണ്യവാനാണ്. ഈ കാരുണ്യവാനാവുന്ന പടച്ചതമ്പുരാൻ നമുക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഒരു ദിവസം ഉണ്ടാകും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും കാരുണ്യവാനായ പടച്ചതമ്പുരാൻ നമുക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കി തരികയാണെങ്കിൽ പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? ഈ കാരുണ്യവാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാണ് ഉള്ളത്? അപ്പൊ അതാണ് പറഞ്ഞത്, ദുശുകരം എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ കാലത്തെ നമ്മൾ ഒരിക്കലും എന്താ പറയാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല. വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ നഹ്സാണ് പറഞ്ഞ് നടക്കുന്ന ടീമുണ്ട്, അഥവാ ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ആളുകളാണ് ഇത് പറയുക എന്നൊരു കാര്യം മനസ്സിലാക്കി. ഈ ഷാഫി മദ്ഹബിൽപ്പെട്ട പണ്ഡിതന്മാരുണ്ടല്ലോ, അവരടക്കം എന്താ പറഞ്ഞിട്ടാ നഹ്സ് എന്ന് പറഞ്ഞ സമ്പ്രദായം ഇല്ലാന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവരുടെ പണ്ഡിതന്മാരെ ഞാൻ പറഞ്ഞുതരാം. അഥവാ ഒരിക്കലേ ഷാഫി പണ്ഡിതനായിരുന്ന ഇബ്നു ഹജർ ഹൈതമി റഹ്മഹുല്ലാഹ് പറയണേ, ഇബ്നു ഹജർ ഹൈതമി റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, നഹ്സ് നോക്കൽ മനസ്സിലാക്കണ്ട. അവരുടെ പണ്ഡിതന്മാർ, അവരുടേതല്ല, നമ്മുടെയൊക്കെ പണ്ഡിതൻ തന്നെ. ആ പണ്ഡിതൻ പറയണേ, നഹ്സ് നോക്കൽ ജൂതന്മാരുടെ നടപടിയിൽ പെട്ടതാണ്. എന്നിട്ട് പറയണേ, സൃഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന മുസ്ലിങ്ങളുടെ മാർഗത്തിൽ പെട്ടവയല്ല എന്ത് നഹ്സ് നോക്കൽ എന്നുള്ളത്. ഇത് ആരാ പറഞ്ഞത്? ഷാഫി പണ്ഡിതന്മാരിൽ പെട്ട ഈ പറയപ്പെട്ട എന്താ ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാഹ് പറയുന്ന ആളാണ് പറഞ്ഞ വാക്കാണിത്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ മാസത്തിൽ എന്തില്ല, ഈ മാസത്തിനല്ല ഇസ്ലാമിൽ ദുശകനം എന്നുള്ളതോ നഹ്സ് എന്ന് പറഞ്ഞ സാധനം തന്നെ അല്ല. എല്ലാ ദിവസവും എന്താണ്? നല്ല ദിവസം തന്നെയാണ്.